നമ്മൾ ഇന്ന് നമ്മുടെ ഈ ഫസ്റ്റ് സെഷൻ്റെ അവസാനത്തെ ഭാഗത്തേക്ക് വരികയാണ്. നമ്മൾ പ്രധാനമായിട്ടും പഠിക്കുന്നത് കൗൺസിലിങ്ങിനെ കുറിച്ച്. ആ വാക്ക് നമുക്കിപ്പം ഫെമിലിയറാണ്. കുറച്ച് വർഷങ്ങൾ മുമ്പേ ആൾക്കാർക്കൊന്നും ഫെമിലിയർ അല്ലായിരുന്നു, ഇപ്പം നല്ല ഫെമിലിയറാണ്. എന്താ നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൗൺസിലിംഗ്? നമുക്കൊരു ഇൻട്രാക്റ്റീവായിട്ട് ചെയ്യാം, ഉച്ച കഴിഞ്ഞ് ഉറങ്ങാതെ. ഞാനും കോട്ടുവായൊക്കെ വിടുന്നു. അപ്പോൾ നമുക്ക് എന്താ കൗൺസിലിങ്ങിനെ കുറിച്ച്, എന്താ നമ്മുടെ ലേ പേഴ്സൺസ് ഡെഫിനിഷൻ എന്താ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ മനസ്സിലുള്ള ഒരു ആശയം എന്താ? ആശയം. ഇപ്പൊ രണ്ടുപേരെ ഹൃദയം തുറന്ന് ആശയവിനിമയം ചെയ്യുക, അവരുടെ പ്രശ്നം പരിഹരിക്കാൻ സഹായിക്കുക, പിന്നെ മനസ്സിനുള്ളിലിരിക്കുന്ന കാര്യം തുറന്ന് പറയാൻ ഒരാള്, പിന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പരിഹരിക്കുക, പിന്നെ അവയർനെസ് ഉണ്ടാകും. അപ്പം ഞാൻ പറയുന്നത് മെൻ്റൽ ഹെൽത്തിൻ്റെ പല സ്റ്റേജസ് ഓഫ് ഹെൽപ്പ് ഉണ്ട്. നമുക്ക് പല റേഞ്ചിലുള്ള മാനസിക പ്രശ്നമുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇപ്പം കൗൺസിലിംഗ് പ്രധാനമായിട്ടും നോർമൽ ആളുകൾക്ക് വേണ്ടിയുള്ളതാണ്. ഒരു സൈക്കാട്രിക് ക്ലയൻസിനല്ല പ്രാഥമികമായി കൗൺസിലിംഗ് വേണ്ടത്. അപ്പോൾ നമുക്ക് കൗൺസിലിംഗ് പലർക്കും നമ്മുടെ നാട്ടിൽ സൈക്കാട്രിക് ക്ലയൻസിനാണ് കൗൺസിലിംഗ് അല്ല. ബേസിക്കലി കൗൺസിലിംഗ് കൊടുക്കുന്നത് നോർമൽ ആളുകൾക്കാണ്. അപ്പോൾ ഈവൻ സൈക്കാട്രിക് ക്ലയൻസിലും നമ്മൾ ചിലപ്പോൾ കൗൺസിലിംഗ് കൊടുക്കുന്ന അവർ നോർമലായതിന് ശേഷം. ശരിയല്ലേ? കാരണം അബ്നോർമലായ ഒരാൾക്കൾക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ചികിത്സയാണ് വേണ്ടത്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ് വേണ്ടത്. അത് കൊടുത്തെങ്കിൽ മാത്രമേ ഒരു നോർമലാകത്തുള്ളൂ. അപ്പം നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്നത് നോർമലായിട്ടുള്ളവർ, ഒന്ന് അബ്നോർമലായിട്ടുള്ളവർ പിന്നീട് നോർമലായി കഴിഞ്ഞ് അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കൗൺസിലിംഗ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് നോർമൽ പീപ്പിൾ വിത്ത് ഇമോഷണൽ പ്രോബ്ലം. അത് നമുക്ക് എല്ലാ നോർമൽ പീപ്പിളിനും പല സാഹചര്യങ്ങളിൽ ഇമോഷണൽ വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട്, അല്ലേ? ഉണ്ടോ? അപ്പം അത് മാനസിക രോഗമൊന്നുമല്ല. നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ, മുന്നോട്ട് പോകാൻ പറ്റാതെ, മനസ്സോർന്ന് സംസാരിക്കാൻ, ചില സാഹചര്യങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നറിയാതെ നമ്മൾ കുഴയുന്ന സമയങ്ങളുണ്ട്, അല്ലേ? ഇത് പോയി ആരെല്ലോടും മനസ്സോർന്നൊന്ന് സംസാരിക്കുക. പണ്ട് നമ്മൾ ഇൻഫോർമലായിട്ട് നമ്മുടെ കുടുംബത്തിൽ തന്നെയോ നമ്മുടെ ബന്ധുക്കളോ ടീച്ചേഴ്സോ ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പം അത് കുറച്ചുകൂടെ ഒരു പ്രൊഫഷനായിട്ട് അത്, കാരണം മനസ്സോർന്ന് എല്ലാവരോടും പോയി പറയാൻ പറ്റാത്തതുകൊണ്ടും എല്ലാവരോടും നമുക്ക് തുറന്ന് സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ടും നമുക്ക് തുറന്നു പറയാൻ പറ്റുന്ന, മനസ്സിലാക്കുന്ന, ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരാളിനോട് പോയി തുറന്നു പറയുന്നതാണ് കൗൺസിലിംഗ്, അല്ലേ? അപ്പം ഒരാൾ അവരുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ പ്രാപ്തിപ്പെടുത്തുകയാണ് കൗൺസിലിംഗ്. നമ്മളെല്ലാം അവരുടെ പ്രശ്നം പരിഹരിക്കുകയല്ല, മറിച്ച് അവരവരുടെ പ്രശ്നം പരിഹരിക്കാൻ അവരെ പ്രാപ്തിപ്പെടുത്തുക. അല്ല നമ്മൾ പരിഹരിക്കുമ്പം അത് അഡ്വൈസായി. ഇപ്പം ഞാനൊരാളുടെ പ്രശ്നം കേട്ടിട്ട് എൻ്റെ പരിഹാരം കൊടുക്കുന്നപ്പോൾ അത് അഡ്വൈസായി. കൗൺസിലിംഗ് അഡ്വൈസ് അല്ല. അപ്പോൾ അഡ്വൈസ് അല്ല, എഡ്യൂക്കേഷൻ അല്ല, മറിച്ച് അവരെ തിരിച്ചറിവിലേക്ക് നയിച്ച് അവരെ കൊണ്ട് തന്നെ അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പ്രാപ്തിപ്പെടുത്തുക. ഇതാണ് കൗൺസിലിംഗും അഡ്വൈസും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഒരാളുടെ ഒരു പ്രശ്നത്തിൽ എനിക്കൊരു പരിഹാരം കാണും, അത് ചിലപ്പോൾ അവർക്ക് സൂട്ടബിൾ ആയിരിക്കത്തില്ല, അല്ലേ? അപ്പം അവരെന്താണ് അവരുടെ പ്രശ്നത്തെ പറ്റി, അപ്പം പലപ്പോഴും പ്രശ്നം എന്താണെന്ന് തിരിച്ചറിയാൻ തന്നെ ആദ്യം കൗൺസിലിംഗ് സഹായിക്കും. ചിലപ്പം അവർ വിചാരിക്കുന്നതായിരിക്കത്തില്ല അവരുടെ യഥാർത്ഥ പ്രശ്നത്തെക്കുറിച്ച് നമ്മൾ സബ്ജക്റ്റീവായിട്ട് കാണുന്നതും വസ്തുനിഷ്ഠമായ പ്രശ്നവും തമ്മിൽ ഒത്തിരി വ്യത്യാസം കാണത്തില്ലേ? കാണും. അപ്പോൾ പ്രശ്നം എന്തുവാന്നുള്ള ഒരു തിരിച്ചറിവ് തന്നെ ഉണ്ടാകുന്ന ഒരു വലിയ ഇൻസൈറ്റാണ്. ചിലപ്പം അവർ വിചാരിക്കുന്ന പ്രശ്നവും യഥാർത്ഥ പ്രശ്നവും രണ്ടായിരിക്കും, അല്ലേ? ഒരു കൗൺസിലർ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് അവരെ കൊണ്ട് തിരിച്ചറിവിലേക്ക് നയിക്കുക, എന്നിട്ട് ആ പ്രശ്നം കണ്ടുപിടിച്ചിട്ടാണ് അതിന് പരിഹാരത്തിലേക്ക് വരേണ്ടത്, അല്ലേ? ഇപ്പം ചെറിയൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇന്ന് രാവിലെ തന്നെ ഒരു കുട്ടിയോട് രാവിലെ സംസാരിച്ചു. അവളും അവളുടെ പേരൻസുമായിട്ട് ഭയങ്കര കോൺഫ്ലിക്റ്റാണ്. അവരുടെ പേരൻസ് എപ്പോഴും അവരുടെ വ്യക്തിത്വമോ അഭിപ്രായങ്ങളോ വികാരങ്ങളോ ഒന്നും മാനിക്കത്തില്ല, എപ്പോഴും അടിച്ചേൽപ്പിക്കുന്ന ടൈപ്പാണ്. ഇവിടെ വ്യക്തിത്വത്തിനും സ്വാതന്ത്ര്യത്തിനും വില്ലിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്.
അതേസമയം പേരൻസുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുമാണ്. എന്ന് പറഞ്ഞാൽ പേരൻസിനെ സംതൃപ്തിപ്പെടുത്തിക്കോണം, അതേസമയം അവിടെ വ്യക്തിത്വത്തെ മാനിക്കുകയും ഉണ്ട്. പക്ഷെ ഇത് രണ്ടും കൂടെ വീട്ടിൽ നടക്കുന്നില്ല. കാരണം ഇവിടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസ് അത് ചിന്തിക്കുന്നത് ധിക്കാരമായിട്ടാണ്. ഞങ്ങൾ പറയുന്ന പോലെ നീ ചെയ്യണം. ഇപ്പോൾ ഉദാഹരണം വളരെ സിമ്പിളായി 26 വയസ്സുള്ള ഒരു പെൺകുട്ടി കല്യാണം കഴിപ്പിച്ചിട്ട് ഇച്ചിരി പ്രശ്നമായിട്ട് നിൽക്കുക. അവൾക്ക് അവിടെ അമ്മാച്ചനെ കണ്ടിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഒരു 5-6 മാസമായി അമ്മാച്ചനോട് വളരെ ക്ലോസ് ആയിരുന്നു. പക്ഷെ 5-6 മാസം ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ അമ്മാച്ചനെ കാണാൻ ഒന്ന് പോട്ടെ എന്ന് പറയുമ്പോൾ അത് പോകണ്ട. എന്താ റീസൺ? എൻ്റെ അമ്മാച്ചനെ എനിക്കൊന്ന് കാണണം, ഞാൻ ഒത്തിരി മാസമായി കണ്ടിട്ട്. അപ്പോൾ അതുപോലുള്ള നിസാര കാര്യങ്ങളിൽ പോലും എന്താ ചെയ്യുക? കൺട്രോൾ ചെയ്യുക. ഇത് അവളെ സംബന്ധിച്ചോളം ആ പേഴ്സണൽ സ്പേസ് കളയുന്നതും ഒരു വ്യക്തിപരമായ ഇത്തരം സ്വാതന്ത്ര്യങ്ങൾ കയറി ഇടപെടുന്നതും എന്ത് ചെയ്യുന്നു? അവൾക്ക് ഭയങ്കര അസ്വസ്ഥയായിട്ട് തോന്നും. ഇപ്പം രാവിലെ എന്നെ തന്നെ കാണണം. അവിടെ ഒരു താമസിക്കുന്നിടത്തുനിന്ന് 10 കിലോമീറ്റർ ഉള്ളായിരുന്നു. രാവിലെ ഞാൻ തിരുവല്ല മെഡിക്കൽ മിഷനിലാണ് കണ്ടത്. അപ്പോൾ എന്നെ കാണാൻ വന്നാൽ മതിയായിരുന്നു. പക്ഷേ എറണാകുളത്തിരിക്കുന്ന അപ്പം പറയുക, ഞാൻ വരാൻ നിന്നെ കൊണ്ടുപോകാൻ. പുള്ളി അവിടുന്ന് പുറപ്പെട്ടേക്കുക, എന്താ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി. അവിടെ പറയുന്നത് ഒരു ദിവസത്തെ ജോലി, അദ്ദേഹം ഉദ്യോഗസ്ഥനാണ്, വെറുതെ ഒരു ദിവസത്തെ ജോലി കളഞ്ഞ് എന്നെ ഇത്രയും 10 കിലോമീറ്റർ യാത്ര ചെയ്യാൻ എന്നെ കൂടെ കൊണ്ടുപോകണ്ട. ഞാനങ്ങ് പോയി സാറിനെ കണ്ടിട്ട് പോയിക്കോളാം. അതിന് എന്തിനാ അപ്പൻ അവിടുന്ന് വരുന്നത്? ഞാൻ ഈ പറഞ്ഞ ഇതുപോലുള്ള 26 വയസ്സെന്നുള്ള ഒരു കുട്ടിയായിട്ട് ഇവിടെ ഇത് ചെയ്യുന്നില്ല, ട്രീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് ആ സ്വാതന്ത്ര്യം വേണമെന്നുണ്ട്. അത് പക്ഷെ അവർ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ അവർ ബന്ധമാണ് പക്ഷെ ഇവർക്ക് അപ്പനോടും അമ്മയോടും പിണങ്ങി ജീവിക്കാൻ താല്പര്യവുമില്ല. പക്ഷെ അവരെ ഒട്ട് പ്ലീസ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്നു ഇല്ല. അപ്പം എവിടെ വരെ പ്ലീസ് ചെയ്യാം, എവിടെ വരെ എല്ലാത്തിനും പ്ലീസ് ചെയ്യാൻ പോയാൽ പിന്നെ ഇവള് ഡിസ്പ്ലീസ്ഡ് ആവും. ഇവളുടെ പ്ലീസിങ് നഷ്ടപ്പെടും, സ്വന്തം പ്ലീസ്. അല്ലെങ്കിൽ അവരെ പ്ലീസ് ചെയ്യാൻ പോയാൽ ഇവള് ഡിസ്പ്ലീസ് ആകും, ഇവള് എടുത്തു കഴിഞ്ഞാൽ അവര് ഡിസ്പ്ലീസ് ആകും. ഇത് രണ്ടും ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് പറഞ്ഞാൽ കുട്ടിയെ, ഞാൻ ഒറ്റ വാക്കി പറഞ്ഞാൽ, കുട്ടിക്കുള്ള സംരക്ഷണം എന്ന് പറഞ്ഞാൽ കുട്ടിക്ക് കഴിവുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കരുത്. കുട്ടിക്ക് കഴിയാത്ത കാര്യം ചെയ്തു കൊടുക്കാതിരിക്കുകയും വരുത്. ഇപ്പൊ കുട്ടി സ്വയം തിരിച്ചറിയണം, എൻ്റെ പ്രാപ്തി എത്ര ഉണ്ട്. പ്രാപ്തി ഇല്ലാത്ത കാര്യങ്ങളിൽ സഹായം തേടാന് കുട്ടികൾ 16 വയസ്സ് എല്ലാം എനിക്കറിയാമെന്നുള്ള ചിന്ത ശരിയല്ല. നിനക്കെല്ലാം അറിയത്തില്ല. അതേസമയം അവർക്കൊന്നും അറിയത്തില്ലെന്നുള്ള നമ്മുടെ ചിന്തയും ശരിയല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടിനിടയ്ക്കും ബാലൻസ് ചെയ്യണം. കുട്ടിക്ക് എന്ത് ശരിയായിട്ട് അറിയാം. ഇപ്പം വഴി അറിയില്ല, പോയാൽ തന്നെ അറിയത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുപോയി പഠിപ്പിക്കണം. അതേസമയം കുട്ടിക്ക് ചോദിച്ച് പറഞ്ഞു പോകാനുള്ള സ്മാർട്ടാണെങ്കിൽ നമ്മൾ പോയില്ലെങ്കിലും പറ്റും. ഇവിടെയാണ് ഞാൻ പറഞ്ഞാൽ നമ്മൾ 17-ാം വയസ്സിൽ ചൈനയെ വിടും, ഓസ്ട്രേലിയ വിടും. 18 വയസ്സ് തുടങ്ങുമ്പോൾ. അപ്പോൾ ഈ 18 വയസ്സ് തുടങ്ങുമ്പോൾ വിടണമെങ്കിൽ 16 വയസ്സിൽ കുറച്ചൊക്കെ ഇവിടെ നമ്മൾ എറണാകുളം വിടാതെ എങ്ങനെയാ നമ്മളെങ്ങനെയാ? അത് അവർ മനസ്സിലാക്കി കൊടുക്കണം. അതിനകത്ത് റിസ്ക് ഫാക്ടർ. അപ്പൊ ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ഉള്ള പ്രാക്ടീസ് അത് ഡിസ്കസ് ചെയ്യണം. നിനക്ക് ഇവിടുന്ന് എങ്ങനെ നീ വണ്ടി പിടിക്കും, നീ പോകാമെന്ന് പറയുന്നത് എങ്ങനെ പോന്നേ? അപ്പൊ അതിന് കൃത്യമായ പ്ലാനിങ് ഉണ്ടോ എന്ന് ചോദിക്കണം. പ്ലാനിങ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വിടണം. പ്ലാനിങ് ഇല്ലെങ്കിൽ നമുക്കറിയാം, കണ്ടോ നിനക്കത് അറിയത്തില്ല, അപ്പൊ നീ എങ്ങനെ പോകും? അപ്പൊ അത് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ഇപ്പൊ ഈ ഡയലോഗിൽ ഏർപ്പെടുക ഇല്ലെന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. അവരോട് എന്നാൽ നീ എങ്ങനെ പോകുന്നതെന്നൊന്ന് പ്ലാൻ ചെയ്ത് പ്ലാനിങ് ഒന്ന് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്ലാനിങ് കാണത്തില്ല. അപ്പോഴാണ് ഇവർ പാനിക്കാകുന്നത്. അപ്പം അത്തരം കാര്യങ്ങളിലാണ് നമ്മുടെ ഡയലോഗ് ആവശ്യമുള്ളത്. നമ്മൾ ആ സ്പെസിഫിക് വിഷയത്തിലേക്ക് പോകുന്നില്ല. ഞാൻ പറയാൻ ശ്രമിച്ചത്, പ്രശ്നമാണെന്ന് വിചാരിക്കുന്നതും റിയൽ പ്രശ്നവും തമ്മിൽ ചിലപ്പോൾ ഒരു ഗ്യാപ്പ് കാണും, അല്ലേ? അപ്പം തുറന്ന് പറയുക വഴി നമ്മൾ എന്താ സഹായിക്കുന്നത്? ആദ്യം യഥാർത്ഥ പ്രശ്നം എന്തുവാന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഒരാളെ നയിക്കും. ശരിയല്ലേ? ഇപ്പം പലപ്പോഴും ഒരാൾ അവരുടെ പ്രശ്നം എന്താണെന്ന് അവർ വിചാരിക്കുന്നതും യഥാർത്ഥ പ്രശ്നവും തമ്മിൽ വ്യത്യാസം കാണും, അല്ലേ? അപ്പോൾ യഥാർത്ഥ പ്രശ്നം എന്താണെന്നുള്ള തിരിച്ചറിവിലേക്ക് നയിക്കുമ്പോഴാണ് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നത്. അപ്പം ബേസിക്കലി കൗൺസിലിംഗ് ഒരു റിലേഷൻഷിപ്പാണ്. ഞാൻ സിമ്പിളായിട്ട്, ഞാൻ വലിയ നിങ്ങൾ പ്രൊഫഷണൽ കൗൺസിലേഴ്സ് ഒന്നും അല്ല, പക്ഷെ നാളെ ഒരു ബേസിക്കായിട്ട് ഒരാളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പം ബേസിക്കലി കൗൺസിലിംഗ് ഒരു റിലേഷൻഷിപ്പാണ്, അല്ലേ? അപ്പം ആളുകളോട് ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിലേ നമ്മൾ കൗൺസിലിംഗ് വിജയിക്കത്തുള്ളൂ. അപ്പം എല്ലാവർക്കും ബന്ധം സ്ഥാപിക്കാനുള്ള കഴിവ് ഒരുപോലാണോ? ആണോ? അല്ല.
ചിലർ പെട്ടെന്ന് ആളുകളോട് ബന്ധം സ്ഥാപിക്കും, ചിലർക്ക് ബന്ധം സ്ഥാപിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലേ? അപ്പോൾ ഒന്ന്, ബന്ധം സ്ഥാപിക്കണേയും മറ്റൊരാളെ വിശ്വസിക്കാനും വിശ്വാസം ആർജിക്കാനും ഉള്ള ഒരു കഴിവാണ്, അല്ലേ? ബേസിക് ആയിട്ടുള്ള. ഇപ്പോൾ നമ്മൾ തന്നെ ഒരു ട്രെയിനിലോട്ട് കയറി, നമ്മൾ പരിചയമില്ലാത്ത ഒരാൾ മുന്നിരിപ്പുണ്ട്. നമ്മൾ സാധാരണ ഇടപെടാൻ ആഗ്രഹിക്കുന്നവരെന്ത് ചെയ്യും? അവരെ മുഖത്തോട്ടൊന്ന് നോക്കും, ഒന്ന് ചിരിക്കും. അപ്പോൾ നമ്മൾ ചിരിക്കുന്നുണ്ടെങ്കിൽ ചിലർ എന്ത് ചെയ്യും? മുഖത്തോട്ട് നോക്കിയപ്പോഴേ തല അങ്ങ് തിരിച്ചു, പുസ്തകത്തിലോട്ട് നോക്കി, വെളിയിലോട്ട് നോക്കി. അപ്പോൾ നമുക്ക് കിട്ടുന്ന മെസ്സേജ് എന്തുവാ? ഞങ്ങൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ല. അതേസമയം നമ്മൾ കണ്ണി നോക്കിയപ്പോൾ അവരും കണ്ണി നോക്കി, നമ്മളൊന്ന് ചിരിച്ചപ്പോൾ അവരും ചിരിച്ചെങ്കിൽ നമ്മൾ പിന്നെ ചോദിക്കുക, എങ്ങോട്ട് പോവാം, എന്താ പേര്, എവിടെ വീടെന്നൊക്കെ ഒന്ന് ചോദിക്കും. ശരിയല്ലേ? അപ്പോൾ കണ്ടില്ലേ? അപ്പോൾ ഈ ബന്ധപ്പെടാനുള്ളൊരു താല്പര്യം, ആളുകളോടൊരു താല്പര്യം. ചിലർക്ക് ആളുകളോട് കഴിവതും ഇടപെടാൻ താല്പര്യമേ. മനുഷ്യരോട് ഇടപെടുന്നത് ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ചിലർക്ക് മനുഷ്യരോട് ഇടപെടുന്നത് ഭയങ്കര താല്പര്യം, അല്ലേ? അപ്പം മനുഷ്യപ്പറ്റ ആർക്കുണ്ടാവണം? മനുഷ്യരോടൊരു താല്പര്യം, മനുഷ്യരോട്. അതുകൊണ്ട് എല്ലാവരും ഒന്നും അപകടകാരികളൊന്നുമല്ല, നമുക്ക് അത്യാവശ്യം ഇടപെടാം. അത് നമുക്ക് പിന്നെ ആളിനെ അറിഞ്ഞിട്ട് അതനുസരിച്ച് എന്ത് ചെയ്യാം, കൂടുതൽ എടുക്കണോ എടുക്കണ്ട എന്നറിയാം. പക്ഷെ നമ്മളൊരു ബേസിക് ആയിട്ട് ഇടപെട്ട്, ഇപ്പോൾ ഒന്ന് എതിരിരിക്കുന്ന ഒരാളോടൊന്ന് ചിരിച്ചൊന്ന് അയച്ചോ മിണ്ടിയൊന്ന് അയച്ചോ റിസ്ക് ഒന്നും വരാൻ പറ്റുന്നില്ല. പക്ഷെ അവർക്ക് ഫോൺ നമ്പർ കൊടുക്കണമെന്നുള്ളത് കുറച്ചുകൂടെ എന്തോന്ന് അറിഞ്ഞിട്ട് കൊടുത്താൽ മതി, അല്ലെ? അവർ ചോദിച്ചാൽ തന്നെ കൊടുക്കുന്നത്. പക്ഷെ നമുക്കൊരാളെ ജസ്റ്റ് മുഖം നോക്കിയോ ചിരിക്കുകയോ എങ്ങോട്ട് പോകാമെന്ന് ചോദിക്കുന്നതിനോ പ്രശ്നമില്ല, ഉണ്ടോ? അപ്പം ഇങ്ങനെയുള്ള ഒരു ബേസിക് ആയിട്ടുള്ള മനുഷ്യപ്പറ്റ് നമുക്കുണ്ടെങ്കിലേ നമുക്ക് ആളുകളുടെ കാര്യത്തിൽ ഇടപെടാൻ പറ്റും. അതുപോലെ മനുഷ്യരുള്ള കൺസേൺ, മനുഷ്യരുടെ ഇഷ്യൂവിനകത്ത് നമുക്കൊരു കൺസേൺ വേണം, അല്ലേ? അപ്പോൾ ഇപ്പോൾ ആളുകളെ അവനവൻ്റെ കാര്യം നോക്കി നടക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ കാര്യത്തിൽ തലയിടാൻ പോകത്തില്ല. ഇപ്പം നമ്മൾ അത് അറിയുന്നതൊക്കെ ചോദിക്കുന്ന ചിലപ്പോൾ എന്താ, ഫൈനെന്ന് കേൾക്കാനുള്ള താല്പര്യമുള്ളൂ, അല്ലാതെ നമ്മൾ കൂടുതൽ ഒരു ഫോർമാലിറ്റിക്ക് ചോദിക്കുന്ന, അല്ലാതെ അവരെ റിയലി അവരുടെ വിശേഷം എങ്ങനെയാണെന്ന് അറിയുന്നത്. അത് ചിലർ എന്ത് ചെയ്യും? നമ്മൾ ഫൈനെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഓ ചുമ്മാരി എൻ്റെ മോഹം കണ്ടിട്ട് ഇന്നലത്തെ സന്തോഷമില്ലല്ലോ, എന്താ പറ്റി എന്ന് രണ്ടാമതും മൂന്നാമതൊക്കെ ചോദിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓ ഒരു പ്രയാസമുണ്ടെന്നൊക്കെ പറഞ്ഞ് പതുക്കെ. കാരണം എന്നെ കണ്ടിട്ട് ചുമ്മാ ഫോമലായിട്ട് ചോദിക്കുകയാണോ, അതോ എൻ്റെ കാര്യം റിയലി അറിയാനുള്ള താല്പര്യത്തിലാണോ, എന്നോടുള്ള കൺസേൺ ആണോ? രണ്ടാമത്തെ കാര്യം നമ്മുടെ പ്രശ്നത്തിലുള്ള കൺസേൺ ആണോ, നമ്മളുള്ള കൺസേൺ ആണോ? ചിലർക്ക് പ്രശ്നത്തിലാണ് താല്പര്യം, ചിലർക്ക് പ്രശ്നമുള്ള മനുഷ്യരിലാണ് താല്പര്യം. നമുക്ക് താല്പര്യം മനുഷ്യരിലാണോ പ്രശ്നത്തിലാണോ? പ്രശ്നത്തിൽ കൂടുതൽ കുത്തി ചോദിക്കുന്നവരോട് നമ്മൾ പറയത്തില്ല. നമ്മളിൽ കൺസേൺ ഉള്ളവരോടാണ് നമ്മൾ പ്രശ്നം പറയുന്നത്. ഒരു ചെറിയ നിസ്സാരമാണ്, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പം ചിലർക്കാണെങ്കിൽ ഈ പ്രശ്നം ചകഞ്ഞറിയാനുള്ള താല്പര്യം, അത് ചോദിക്കുമ്പോൾ തന്നെ ആളുകൾ പറയാനുള്ള താല്പര്യം പോകും, ശരിയല്ലേ? അതേസമയം നമ്മുടെ വെൽഫെയറിൽ താല്പര്യം കാണും. അപ്പം അത് താല്പര്യമെങ്കിൽ നമ്മളപ്പോൾ ആദ്യം ഇതൊരു മറ്റുള്ളവരുടെ വെൽഫെയറിലും വെൽബീയിങ്ങിലും നമുക്കൊരു താല്പര്യം ഉണ്ടാവണം. ആ ഉണ്ടാകുമ്പോഴേ നമുക്ക് ഈ മറ്റുള്ളവരെ കുറിച്ച് അവരുടെ വിശേഷം അറിയാനുള്ള താല്പര്യം, ആ വിശേഷം അറിയാനുള്ള മറ്റൊരു വെസ്റ്റേൺ ഇൻട്രസ്റ്റും അല്ല, ജസ്റ്റ് അവരുടെ വെൽഫെയറിനോടുള്ള കൺസേൺ ആണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആളുകൾ ട്രസ്റ്റ് ഉണ്ടാകും, ശരിയല്ലേ? അപ്പം ആ ഒരു വിശ്വസിക്കാനും മറ്റൊരാളുടെ വിശ്വാസം ആർജിക്കാനും നമുക്ക് കഴിയണം. നമ്മുടെ വെൽഫെയറിൻ്റെ പുറകിലുള്ള വെൽഫെയർ ഇല്ലെന്ന് പറഞ്ഞാൽ എന്താന്ന് പറയുന്നതും, നമ്മുടെ പ്രശ്നം കുത്തി ചോദിച്ച് ഈ പ്രശ്നം അറിയാനുള്ള താല്പര്യവും ഉണ്ട് ആളുകൾക്കുണ്ട് ചിലർക്ക്. അത് ചോദിക്കുമ്പോൾ നമ്മളുള്ള കൺസേൺ ഒന്നും അല്ലെങ്കിൽ പ്രശ്നം അറിഞ്ഞിട്ടത് വേറെ ഉദ്ദേശിച്ചില്ല. അപ്പോൾ അത് ചോദിക്കുമ്പോഴേ അപ്പോൾ ആളുകൾ നമ്മൾ വളരെ ബ്രെയിൻ ഭയങ്കര ഷാർപ്പാണ്. ഇപ്പം നമ്മളൊരു ബസ്സിലോട്ട് കയറി, അവിടെ 4 സീറ്റ് ഓരോരുത്തരിപ്പുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു എല്ലാ സീറ്റെല്ലാം ഫ്രീ ഉണ്ട്. പക്ഷേ നമ്മൾ കവാടത്തിൽ കൂടെ അങ്ങോട്ട് അകത്ത് കയറിയിട്ട് നമ്മളൊരു 3 പേരെ ഒഴിവാക്കിയിട്ട് 4ാമത്തെ സീറ്റിൽ പോയിരിക്കും. പെട്ടെന്ന് ചോദിച്ചാൽ നീ എന്താ ഈ മുന്നിലത്തെ സീറ്റല്ലായിരുന്നു അവിടെ ഇരിക്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളത്ര ആലോചിച്ചൊന്നും എടുത്ത തീരുമാനമല്ല. പക്ഷേ നമ്മുടെ ബ്രെയിൻ ഇതിനിടയ്ക്ക് തന്നെ ഒത്തിരി ആലോചന നടത്തുമോ ഇല്ലയോ? കയറുമ്പോൾ ആയിട്ട് ഒരാൾ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോൾ അവർ പൊള്ളിലോട്ട് നോക്കി, നമ്മളവരോട് ഇരിക്കത്തില്ല. മറ്റൊരാൾ കൈ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് ഒരു കവച്ചൊക്കെ അങ്ങ് ഇരിക്കുക, ഇങ്ങനെ വിശാലമായിട്ടിരിക്കുക. അപ്പോൾ ഇവിടെ ആരും ഇരിക്കരുതെന്നാണ് അവിടുത്തെ ഒരു മെസ്സേജ്, അല്ലേ? അതേസമയം നമ്മൾ വരുന്ന കണ്ടപ്പോൾ ഒരാൾ മുഖത്ത് നോക്കി കാലൊന്ന് ഒതുക്കി ഇച്ചിരി ഒതുങ്ങിയിരുന്നപ്പോഴേ നമുക്ക് മനസ്സിലായി വെൽക്കമിങ് ആണ്. അപ്പം നമുക്ക് മനസ്സിലായി അവരോടൊപ്പം ഇരിക്കാമെന്ന്.
ചിലപ്പോൾ അവരുടെ കളറായിരിക്കും, അവരിട്ടേക്കുന്ന ഡ്രസ്സിൻ്റെ കളറ് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കളർ ഇട്ട ഡ്രസ്സാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഇരിക്കത്തില്ല. പല 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 കാര്യങ്ങൾ, അവരുടെ ലുക്ക്, അവരുടെ ഡ്രസ്സ്, അവരുടെ ഇരിപ്പ്, അവരുടെ ഭാവം, ഇതൊന്നും നമ്മൾ സെക്കൻഡുകൾക്കകം, നിങ്ങൾ നോക്കി ഒരു കസരോട്ട് കയറി ഇത്രയും മൂവ് ചെയ്യുന്നതിന് എത്ര സെക്കൻഡ് വേണം? ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡേ ഉള്ളൂ. പക്ഷേ ഈ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിനകം നമ്മുടെ സെൻസസ് ഇതെല്ലാം പിടിച്ചെടുത്ത് ബ്രെയിനോട് കൊടുത്തിട്ട് ബ്രെയിൻ ഇതിനടക്കാൻ തീരുമാനിക്കും ആരോടിരിക്കണ്ടായിരുന്നു. അപ്പോൾ എന്ത് ഷാർപ്പാണ് നമ്മുടെ ബ്രെയിന്. നമ്മൾ ഇതെല്ലാം കോൺഷ്യസ് ആയിട്ടൊന്നുമല്ല, വളരെ ബോധപൂർവ്വം നടത്തുന്ന കാര്യമൊന്നുമല്ല, പക്ഷേ വളരെ അബോധത്തിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടോ? അപ്പോൾ അത്രയ്ക്ക് ഷാർപ്പ് നമ്മുടെ ബ്രെയിന്, അത്രയ്ക്ക് അസസ്മെന്റ്. അതുകൊണ്ട് നമ്മുടെ ഈ ഫസ്റ്റ് ഇംപ്രഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. ഫസ്റ്റിൽ തന്നെ ഒരു അവേർഷൻ ഉണ്ടായാൽ പിന്നെ എന്ത് ചെയ്യും? പിന്നത് ബന്ധത്തെ ബാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മുടെ ഭാവവും ഇരിപ്പും നോട്ടവും സമീപനവും ടോണും എല്ലാം എന്ത് ചെയ്യണം? ഒരു ആളുകൾക്കൊരു മതിപ്പ് ഉണ്ടാക്കുന്നതായിരിക്കണം. മതിപ്പ് ഇഷ്ടം കളയുന്ന പരിപാടികളുണ്ടെങ്കിൽ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടത്തേ ഇല്ല. അതൊരു പ്രധാന ഫാക്ടറാണ്. രണ്ടാമത്, ഏത് ബന്ധവും തുടങ്ങുന്നത് പരസ്പര വിശ്വാസത്തിലാണ്. ഏത് ബന്ധവും വളരുന്നത് ആശയവിനിമയത്തിൽ കൂടെ ആണോ? ആശയവിനിമയം ഇല്ലെങ്കിൽ ബന്ധം വളരത്തില്ല. ഇപ്പം നമ്മൾ ട്രെയിനിൻ്റെ എതിർവശത്തിരുന്നു, അവരോട് നമ്മൾ അത്രയും മണിക്കൂർ ഒന്നും മിണ്ടിയില്ല. ഇവിടെ നിന്ന് ഡൽഹി വരെ പോയാലും മിണ്ടിയില്ലെങ്കിൽ എന്തുവാ? നമ്മൾ ഇറങ്ങാൻ നേരത്തെ ഇറങ്ങുവാന്ന് പോലും പറയത്തില്ല. അതേസമയം ചിലരോട് നമ്മൾ ചിലപ്പോൾ ഹഗ് ചെയ്ത് കരഞ്ഞൊക്കെ ഇപ്പോൾ വാങ്ങിച്ചോ, കാരണം അതിനിടയ്ക്ക് 3 ദിവസം കൊണ്ട് ഭയങ്കര ബന്ധമൊക്കെ ആയി, അങ്ങോട്ടും ഇങ്ങോട്ടും ചാപ്പാട് ഒന്നിച്ച് കഴിപ്പ്, ഒരാൾ കൊണ്ടുവന്ന് ഒരാൾക്ക് ഷെയർ ചെയ്യുകയും ഭയങ്കര പരിപാടിയൊക്കെ ചെയ്യും അല്ലേ? എന്ന് പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് ചിലരങ്ങ് ഭയങ്കര തിക് ഫ്രണ്ട്സ് ആകുമ്പോൾ മറ്റു ചിലർ ഇറങ്ങാൻ നേരത്ത് പറഞ്ഞിട്ട് പോലും ഇറങ്ങാനുള്ള തോന്നലില്ലാത്ത ബന്ധമായിട്ടും നിൽക്കും. ശരിയല്ലേ? അപ്പോൾ കണ്ടില്ലയോ? അതാണ് ചിലർ തമ്മിൽ പെട്ടെന്ന് സൗഹൃദമാകും, ചിലർക്ക് പെട്ടെന്ന് സൗഹൃദമാകാനുള്ള കഴിവ് ഇല്ല. അപ്പോൾ അതെങ്ങനെ? അപ്പം എന്തെങ്കിലുമൊക്കെ നമ്മൾ സംസാരിച്ചു അല്ലേ? അപ്പോൾ ആ സംസാരത്തിൻ്റെ തോത് വർദ്ധിക്കുന്നതനുസരിച്ചാണ് ഈ അടുപ്പത്തിൻ്റെ തോതും വർദ്ധിക്കും. ഇപ്പം നമ്മൾ ചിലതൊക്കെ ചോദിച്ചു, എന്തൊരു പോവാ? ഒരു വഴി വരെ പോവാ, അല്ലെങ്കിൽ ഡൽഹി വരെ പോവാ. എന്തോ ചെയ്യുന്നത്? ഒരു ജോലിയാണ്. അപ്പോൾ ഈ ജനറലായിട്ട് പറയാമെങ്കിൽ നമുക്ക് മനസ്സിലാവും, വലുതായിട്ട് നമ്മളോടധികം പറയാൻ താല്പര്യം. അതേസമയം ഞാൻ ഇന്ന ചെയ്യുന്നു, ഇന്നാരാ, ഇന്ന സ്ഥലത്താണ്, എനിക്ക് ഇത്ര മക്കളുണ്ട് ഒക്കെ കുറച്ച് പറഞ്ഞപ്പോൾ നമ്മളോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? അവരെക്കുറിച്ച് നമുക്കൊരു പിക്ചർ കിട്ടി. അവരാരാ എന്താന്ന് കേട്ടപ്പം തന്നെ നമുക്ക് അവരെക്കുറിച്ച് ഒരു ധാരണ. ഒരാളൊരു അധ്യാപകന, അല്ലെങ്കിൽ ഒരു സാറാ, അല്ലെങ്കിൽ ഒരു എച്ച് എം ആ, അല്ലെങ്കിൽ ഒരു വക്കീല, അല്ലെങ്കിൽ ഒരു പ്രൊഫസറാ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ആ ആളിനോട് നമുക്ക് ഇടപെടാം, വലിയ കുഴപ്പമില്ലാത്ത ആളാണെന്നുള്ളൊരു ഒരു ധാരണ ഉണ്ടാകത്തില്ലേ? അപ്പോൾ നമ്മൾ അവരോട് നമ്മളും തിരക്കുമ്പോൾ അവരെയും നമുക്ക് കുഴപ്പമില്ലാത്ത ഒരാളാണെന്നൊക്കെ മനസ്സിലാകുന്നതോടെ റിസ്ക് ഒന്നും ഇല്ലെന്നുള്ള ഒരു ഫാക്ടർ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ ഇടപെടാൻ ശ്രമിക്കും അല്ലേ? ശരിയല്ലേ? അങ്ങനെയല്ലേ അതിൻ്റെ ഒരു സാമ്യം? അപ്പോൾ നമ്മുടെ ആശയവിനിമയത്തിൽ കൂടാണ് അടുപ്പം വർദ്ധിക്കുന്നത്. അപ്പം നമ്മളൊരു പ്രാഥമിക ലെവലിൽ ഹായ് ഫായ് എന്നൊക്കെ പറഞ്ഞ്, അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ്, എന്നോണ്ട് വിശേഷം, എൻ്റെ പേരെന്താണെന്ന് ചോദിക്കും. പക്ഷെ കുറച്ചുകൂടെ ഇൻഫർമേഷൻ പറയുക, എന്ത് ചെയ്യുന്നു, ആരാ, എന്താ ജോലി, എന്താ വീട്ടിലാരൊക്കെ ഉണ്ട് എന്ന് പറയുന്ന ഇൻഫർമേഷൻ ഷെയറിങ്. അപ്പോൾ കുറച്ചുകൂടെ അടുപ്പമായി അല്ലേ? ഫ്രണ്ട്സായി. അതേസമയം നമ്മുടെ ദുഃഖവും സന്തോഷവും നമ്മൾ പറയാൻ തുടങ്ങിയാലോ ഭയങ്കര അടുപ്പമായി അല്ലേ? എല്ലാവരോടും പോയി നമ്മൾ ദുഃഖവും സന്തോഷവും പങ്കുവയ്ക്കുമോ? നമ്മുടെ ഇമോഷൻ ഷെയർ ചെയ്യുമോ? ഇൻഫർമേഷൻ ഷെയർ ചെയ്യുന്നതിന് നമുക്ക് വലിയ അടുപ്പമൊന്നും വേണ്ട. പക്ഷേ ഇമോഷൻ ഷെയർ ചെയ്യണമെങ്കിൽ നല്ല അടുപ്പം വേണം. വേണ്ടേ? വൈകാരികം, വികാരം, ഹൃദയം തുറന്ന് സംസാരിക്കുന്നതിനാണ് അടുപ്പം വേണ്ടത്. അത് നമ്മൾ നല്ല ഗ്യാരണ്ടി ഉണ്ടെങ്കിലേ പറയത്ത് ഉള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ കഴിവത് ഇത് നിഷേധിക്കും. ഒന്നുമില്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്കറിയത്തില്ല എന്താ എൻ്റെ മുഖം പാടിയിരിക്കുന്നതെന്ന്, ക്ഷീണം എന്താണെന്ന് അറിയത്തില്ല, എന്തോന്ന് പറയത്തില്ല. എന്നാൽ ചിലരോട് നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് എന്തോ പറ്റിയിട്ടാ പ്രയാസമാണ് എന്നുള്ള കാര്യം ചിലപ്പോൾ മനസ്സ് തുറന്ന് പറയും. അപ്പം ആ മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ഒരു ബന്ധമാണ് ഈ കൗൺസിലർ റിലേഷൻഷിപ്പ്. ഇൻഫർമേഷൻ പറയുന്നതല്ല, മറിച്ച് ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് സംസാരിക്കണം. അത് നമ്മൾ വളരെ റെയറായിട്ട് ആൾക്കാരുടെ ചെയ്യാറുള്ളൂ. ശരിയല്ലേ? മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ബന്ധങ്ങൾ നമുക്ക് എന്തുമാത്രമുണ്ട്? എത്ര ഉണ്ട്? വളരെ വളരെ കുറവാണ്. ശരിയല്ലേ?
നമ്മുടെ മനസ്സിൽ തന്നെ ഒന്നും പറയാനില്ലാഞ്ഞിട്ടാണോ പറയാത്തത്? പറയാൻ പറ്റുന്ന ഒരാളെ കിട്ടാത്തതുകൊണ്ട്, പറയാൻ പറ്റുന്ന ഒരാളെ കിട്ടാത്തതുകൊണ്ട് പറയാതെ വെച്ചേക്കുന്ന പല കാര്യവും നമ്മുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. ഉണ്ടോ? ഉണ്ട്. അപ്പം നമുക്ക് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കുന്നെങ്കിൽ സംസാരിക്കണമെന്ന് ആഗ്രഹം നമ്മുടെ എല്ലാ മനസ്സിലുണ്ട്. ചില കാര്യങ്ങളൊന്ന് പങ്കുവെച്ച് എന്ത് ചെയ്യണമെന്നൊന്ന് ചോദിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മളെല്ലാം ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ആളത് ശരിയായിട്ട് എടുക്കുമോ, മറ്റാരോടേലും പറയുമോ, മറ്റൊരു കണ്ണോടതിനെ കാണുമോ, അല്ലേ? ഈ സംശയങ്ങൾ ശിക്ഷിക്കുമോ, തിരിച്ച് നമുക്കത് ഭാര്യയാകുമോ എന്നൊക്കെയുള്ള ഭയം കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്? പറയാത്തത്. അപ്പം പറയാനൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല ആരും പറയാത്തത്. പറയാൻ പറ്റുന്ന, വിശ്വാസമുള്ള, മനസ്സിലാക്കുന്ന, ശ്രദ്ധിക്കുന്ന, മനസ്സിലാക്കുന്ന ഒരാളെ കിട്ടാഞ്ഞിട്ടാണ്. ശരിയല്ലേ? അപ്പം കൗൺസിലിംഗ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ സിമ്പിളായിട്ട് എന്തുവാ മനസ്സ് തുറന്ന് സംസാരിക്കേണ്ടി. അപ്പം രഹസ്യം സൂക്ഷിക്കുന്ന, തെറ്റിദ്ധരിക്കാത്ത, വേറൊരു കണ്ണോട് നമ്മളെ കാണാത്ത, മറ്റാരോടും പറയാത്ത കാര്യം ലിസൺ ചെയ്യുന്ന ഒരാളോട് പറയാൻ നമ്മൾ പോകുന്നത്. സിമ്പിൾ. ശരിയല്ലേ? അപ്പോൾ ഒരു കൗൺസിലറിന്റെ ബേസിക് കഴിവില്ല. നല്ലൊരു അപ്പം കമ്മ്യൂണിക്കേഷൻ, ബന്ധങ്ങൾ, വ്യക്തിബന്ധത്തിന്റെ അടിത്തറ കമ്മ്യൂണിക്കേഷനാണ്. ആണോ? കീ ഓഫ് റിലേഷൻഷിപ്പ് ഈസ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷന്റെ കീ എന്ന് പറയുന്നത് ലിസണിങ് ആണ്, ശ്രദ്ധിക്കാനുള്ള കഴിവാണ്. ആണോ? നമ്മൾ പറയാനുള്ള കഴിവാണെന്ന് വിചാരിക്കുന്നത് അല്ല, ശ്രദ്ധിക്കാനുള്ള കഴിവാണ് കമ്മ്യൂണിക്കേഷൻ്റെ കാതൽ. കമ്മ്യൂണിക്കേഷൻ്റെ കാതൽ ശ്രദ്ധിക്കാനുള്ള കഴിവാണ്. അപ്പം ഈ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ഇപ്പോൾ ഇരിക്കുന്ന പ്രസംഗം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് ഇന്ന് എന്താ ക്ലാസ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ പല മറുപടി പറയും. ചിലരാണെങ്കിൽ സൂപ്പർവിഷ്യലായിട്ടുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കും, ചിലർ അവർക്ക് ഇഷ്ടമുള്ള ചില കാര്യം ശ്രദ്ധിക്കും. എന്ന് പറഞ്ഞാൽ സൂപ്പർവിഷ്യൽ ലിസണിങ് ഉണ്ട്, പാർഷ്യൽ ലിസണിങ് ഉണ്ട്, സെലക്റ്റീവ് ലിസണിങ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടമുള്ള കാര്യം മാത്രം കേൾക്കും. ചിലപ്പോൾ ഒരു പ്രസംഗം കഴിയുമ്പോൾ അവിടെ പ്രസംഗം ഒരു കഥ പറഞ്ഞെങ്കിൽ കഥ മാത്രം മനസ്സിലിരിക്കും, ബാക്കിയെല്ലാം പോകും. അപ്പം ഒരു വശം മാത്രം കേൾക്കുക, സൂപ്പർവിഷ്യൽ അർത്ഥത്തിൽ എടുക്കുക, പിന്നെ നമുക്കിഷ്ടമുള്ളത് മാത്രം സെലക്ട് ചെയ്യുക. ഇതല്ലാതെ ടോട്ടലായിട്ട് ഫുള്ളായിട്ട് പറഞ്ഞാൽ ഉദ്ദേശിച്ച വികാരത്തിലും അനുഭവത്തിലും അതേ തീവ്രതയിൽ നിന്ന് ഗ്രാസ്പ് ചെയ്യാനുള്ള കഴിവാണ് ശരിയായ ലിസണിങ്. എന്ന് പറഞ്ഞ വാക്ക് ഓർക്കണം. ഞാനിപ്പം എനിക്ക് കുറച്ച് വിഷമായിപ്പോയി എന്ന് പറഞ്ഞാൽ ഒരാൾ പറയുക വല്ലാത്ത വിഷമായിപ്പോയി എന്ന് പറഞ്ഞാൽ കൂട്ടിയെടുത്തു. ചെറിയ വിഷമം ഉണ്ടായിരുന്നില്ലേ, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, കുറച്ചുകൂടെ കൂടുതലുണ്ട്. എന്നാൽ ഞാൻ ഉദ്ദേശിച്ച പ്രശ്നത്തിൻ്റെ അതേ തീവ്രതയിൽ ഒരാൾ ഒപ്പിയെടുക്കുന്നതാണ് യഥാർത്ഥ ലിസണിങ്. എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയാണോ എനിക്ക് അനുഭവപ്പെട്ട് ആ അനുഭവത്തിൻ്റെ തീവ്രതയിൽ തന്നെ വേറൊരാൾക്ക് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുമ്പോഴാണ് അത് യഥാർത്ഥ ലിസണിങ് ആയിട്ട് മാറുന്നത്. പറയുന്ന കാര്യം കൊണ്ട് മാത്രമല്ല. അപ്പം എല്ലാം ചിലപ്പം പറയത്തില്ല. പറയാത്തതോട് അറിയാനുള്ള കഴിവാണ് സ്നേഹം. പറയാത്തതോട് അറിയാൻ, പറഞ്ഞതിൻ്റെ തീവ്രത മനസ്സിലാക്കാൻ. ചിലപ്പം വാക്കുകളിൽ അതിൻ്റെ തീവ്രത കാണത്തില്ല, ഭാവങ്ങളിൽ കാണും. ചിലപ്പോൾ അപ്പം കരഞ്ഞു കാണും, അപ്പം തൊണ്ടയിടറി കാണും, നിശബ്ദമായി കാണും. ഇതെല്ലാം മീനിങ് ആണ്. അപ്പം നമ്മൾ സാധാരണ വാക്കുകൾ കമ്മ്യൂണിക്കേഷൻ്റെ വെറും 7% നടത്തുന്നത്. 7%. 93% ആശയവിനിമയം നടക്കുന്നത് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിലാണ്. ആശയവിനിമയത്തിൻ്റെ 93% നടക്കുന്നത്. അതിൽ ശരീരഭാഷയും ടോണും ജസ്റ്റേഴ്സും ബോഡി ലാംഗ്വേജും എല്ലാം കൂടാണ് എന്ത് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഏസ് എന്ന് പറഞ്ഞാൽ നോ എന്നർത്ഥമുണ്ട്. തരാമടാ, എനിക്ക് തരാം, ഞാൻ തരാം എന്ന് പറഞ്ഞാൽ തരുമെന്നാണ്. പോയിട്ട് വാ, പോകാനാന്ന് പറഞ്ഞു. നീ വാ എന്ന് പറഞ്ഞാൽ വരാനാന്ന് പറഞ്ഞു. അപ്പം വരാനെന്ന് പറഞ്ഞാൽ വരരുതെന്ന് അർത്ഥമാണ് അവിടെ. പക്ഷെ അത്
പറഞ്ഞത് വരാനാ, പക്ഷെ ഉദ്ദേശിച്ചത് വരരുതെന്നാ. പോകരുതെന്നാ ഉദ്ദേശിച്ചത്, പക്ഷെ പറഞ്ഞത് പോകാനാ. മനസ്സിലായി? അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കോംപ്ലിക്കേഷൻ മനസ്സിലായോ? വാക്ക് 7% വെച്ചപ്പോൾ ആ പറഞ്ഞത് എന്താണെന്നറിയണമെങ്കിൽ ബാക്കി മുഴുവനും കൂടെ ശ്രദ്ധിക്കണം. അപ്പോൾ മുഖഭാവം, ടോണ്, പിച്ച്, ഇതെല്ലാം, വോളിയം, നിർത്ത്, ഇതിൻ്റെ ഇത് നീട്ടിപ്പറഞ്ഞത്, ഇതെല്ലാം കൂടാണ് അതിൻ്റെ അർത്ഥം വെച്ചത്. ആണോ? ആണ്. അപ്പൊ അത്രയും ശ്രദ്ധിക്കാനുള്ള കഴിവ് ആർക്ക് വേണം? ഒരു നല്ല ലിസണർക്ക് വേണം. ഇല്ലെങ്കിൽ നമ്മൾ പറഞ്ഞതൊന്നും ആയിരിക്കത്തില്ല നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പം ഇവിടെ തന്നെ ഞാൻ അങ്കിളിനോടൊരു കാര്യം പറഞ്ഞ് അതങ്ങ് പുറകിൽ ചെല്ലുമ്പോഴത്തേക്ക് ആ പറഞ്ഞ കാര്യം എന്ന് പറയാൻ പറഞ്ഞാൽ, ഞാൻ ഗ്യാരണ്ടി പറയുന്നു, ഇവിടെ ഇരിക്കുന്ന ആര് നിങ്ങൾ പരീക്ഷിച്ചാലും ഇവിടെ പറഞ്ഞ കാര്യം അവിടെ പറയത്തില്ല. ഒന്നീ കൂട്ടും, അല്ലെങ്കിൽ കുറയ്ക്കും, എന്തെങ്കിലും ഒന്ന് നടത്തും. മനസ്സിലായോ? പറഞ്ഞത് എക്സാക്ട്ലി പറയത്തില്ല. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു സെൻറ്റൻസ് അദ്ദേഹത്തിൻ്റെ ചെവി പറയുന്നു, അദ്ദേഹം അത് ഈ അങ്കിളിനോട് പറയുന്നു, ഇങ്ങനെ കൈമാറി അങ്ങ് ഇവിടെ ആകെ ഇത്രയും പേരെ ഇരിപ്പുള്ളൂ, 2, 4, 6, 8, 10, 12, 14, 15 പേര്. ഈ 15 പേര് കൈമാറി പുറകെ ചെല്ലുമ്പോഴത്തേക്ക് പറഞ്ഞതൊന്നും ആയിരിക്കത്തില്ല പറയുന്നത്. വേറെ റിഡക്ഷൻ കാണും. ഇതാണ് അത്. ഇച്ചിരിയുടെ ഫീലിംഗ് ലെവലുള്ള കാര്യം. ഇതുപോലെ മുമ്പേ പറഞ്ഞ് നീട്ടിയോ കുറുക്കിയോ ഒക്കെ പറഞ്ഞാലോ ചിലപ്പോൾ അതൊക്കെ പറച്ചിലിനകത്തൊക്കെ നഷ്ടപ്പെടും. മനസ്സിലാകുന്നോ അതിൻ്റെ പ്രാധാന്യം? നമ്മൾ വളരെ സിമ്പിളായിട്ട് തോന്നും, പക്ഷെ സിമ്പിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മളൊരു പ്രശ്നം പറഞ്ഞാൽ പരിഹാരം നിർദ്ദേശിക്കുന്ന 100 കണക്കിന് പേരെ നിങ്ങൾക്കറിയാം അല്ലേ? പക്ഷേ എന്നെ മനസ്സിലാക്കുന്ന ഞാൻ പറയുന്ന കാര്യം അതേ തീവ്രതയിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന എത്ര പേരെ അറിയാം? വളരെ വളരെ കുറച്ച് പേരെ നിങ്ങൾക്ക് അറിയൂ. അല്ല, ഉപദേശം ചോദിച്ചാൽ, അഡ്വൈസ് ചോദിച്ചാൽ, ഗൈഡൻസ് ചോദിച്ചാൽ അതിനൊക്കെ തരാൻ അറിയാവുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷേ എനിക്ക് എന്നെ മനസ്സിലാക്കുമെന്ന് ഉറപ്പുള്ള, എൻ്റെ വികാരം അതേ തീവ്രതയിൽ, അതേ അനുഭവത്തിൽ, അതേപോലെ ഒപ്പിയെടുക്കാൻ കഴിവുള്ള, എന്നെ തെറ്റിദ്ധരിക്കാതെ, മുൻവിധിയില്ലാതെ, ശിക്ഷിക്കാതെ, ആരോടും പറയാതെ അത് മനസ്സിലാക്കുന്ന ഒരാളെ നമുക്ക് എത്ര പേർക്കുണ്ട്? വളരെ വളരെ കുറച്ച്. മനസ്സിലായി? അപ്പം ആ പ്രൊഫഷൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായി. സിമ്പിൾ അല്ല. നമ്മൾ പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് തോന്നും, സിമ്പിൾ അല്ല. കാരണം വളരെ റെയറായിട്ട് ആ ക്വാളിറ്റിയുള്ള മനുഷ്യരെ ഉള്ളൂ. ശരിയല്ലേ? ആണോ? ആണ്. അപ്പോൾ നമ്മളോട് വിശേഷമൊക്കെ പലരും ചോദിക്കും, പക്ഷേ അത് ചുമ്മാ ഫോർമാലിറ്റി. ഇപ്പം നമ്മൾ തന്നെ രാവിലെ ഇറങ്ങിയപ്പോൾ എങ്ങോട്ട് പോവാ എന്ന് 10 അയൽവക്കാർ ചോദിച്ചാൽ നിങ്ങൾ 10 മറുപടിയാണ് പറയുന്നത്. ആണോ അല്ലയോ? ഒരു വഴിക്ക് വരെ പോവാ, കൊട്ടാരക്കര വരെ പോവാ, ഞാൻ ഇവിടെ വരെ പോവാ, ഇങ്ങനെ 100 കൂട്ടം മറുപടി. ചിലരോട് മാത്രമേ ഉള്ളൂ ഞാൻ ഇന്ന ക്ലാസ്സിന് പോവാ, ആ ക്ലാസ് എന്തുവാ, ഇങ്ങനെ നമ്മൾ കുറച്ചുകൂടെ വിശദമായിട്ട് പറയുമ്പോഴത്തേക്ക് വളരെ കുറച്ച് പേരേ ഉള്ളൂ. ശരിയല്ലേ? കാരണം ആ ചോദ്യം കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അസസ് ചെയ്ത് കഴിയും ഇവർക്ക് എന്താ മറുപടിയാണ് വേണ്ടിയെന്ന്. അത് ഓരോരുത്തരെ കുറിച്ച് നമ്മുടെ മനസ്സിൽ പ്രൊജഡീസ് ഉണ്ടോ ഇല്ലയോ? ആണോ? ചിലർ ഫോർമാലിറ്റിക്ക് ചോദിക്കുക, ചിലർ അറിയാൻ ചോദിക്കുക, ചിലർ കൃത്യമായിട്ട് അറിയാൻ ചോദിക്കുക, അതിൻ്റെ തന്നെ ഉദ്ദേശം എന്തുവാ, ഇതൊക്കെ നമുക്ക് അവരെ കുറച്ച് കാലം അറിയുമ്പോൾ അറിയത്തില്ലയോ? ഇതൊക്കെ വെച്ചിട്ടുള്ള മറുപടിയാണ് നമ്മൾ ഒരേ ചോദ്യത്തിന് ഉത്തരം പലതാ. അപ്പൊ നമ്മുടെ ബ്രെയിൻ എന്ത് ഷാർപ്പാന്ന് വിചാരിച്ചു, അത്രയ്ക്ക് അപ്പം അങ്ങനെ ഒരു കൗൺസിലറെ കുറിച്ച് തോന്നരുത്. കൗൺസിലർ ജെനുവിനാണ്. അപ്പൊ ഏറ്റവും വലിയ ഒരു കൗൺസിലറിന്റെ സ്കില്ലായിട്ട് എന്തുവാ? ജെനുവിൻനെസ്. മറ്റ് അയാളുടെ ആത്മാർത്ഥമായിട്ടാണ് എന്നോടുള്ള ജെനുവിൻ, എന്നെക്കുറിച്ച്, എൻ്റെ പ്രശ്നത്തെക്കുറിച്ചല്ല, എന്നെക്കുറിച്ച് കൺസേൺ ഉള്ള ഒരാളാണെന്നുള്ള ബോധമാണ് നമ്മളെ അത് വിളിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. ശരിയല്ലേ? ആള് എന്നെക്കുറിച്ച് വിചാരമുള്ള ഒരാളാണ്. പിന്നെ ആൾ മുമ്പേ ഓർന്ന് രഹസ്യം സൂക്ഷിക്കും. രഹസ്യം സൂക്ഷിക്കുക ഏറ്റവും വലുത്. പിന്നെ അത് പറയുന്ന അർത്ഥത്തിൽ എടുക്കും. ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ച് നമുക്ക് ആത്മമിത്രവും മിത്രവും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. നമ്മൾ ആത്മമിത്രത്തോട് ചിലത് പോയി പറയും, എന്നിട്ട് പറയും, എടാ നീ ആ ഫ്രണ്ട്സിനോടൊന്നും പറയണ്ട, മറ്റവന്മാരോടൊന്നും പറയണ്ട. അവരോടൊക്കെ നമുക്ക് പറയാവുന്ന കാര്യങ്ങളുണ്ട്, പക്ഷേ ഈ കാര്യം നീ അവരോടൊന്നും
പറയാം. അപ്പോൾ കണ്ടില്ലേ, അതാണ് ഒരാത്മമിത്രവും മിത്രവും തമ്മിലുള്ള വ്യത്യാസം. അവിടെ നമുക്ക് എല്ലാം പറയാൻ തോന്നുന്നു. അവൻ റമ്മി എനിക്ക് ഏത് അബദ്ധവും പോയി പറയാം, ഏത് കുറവും പോയി പറയാം, അല്ലേ? സത്യം നമ്മുടെ കുടുംബത്തിലൊക്കെ ഉള്ള ബന്ധം അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മുടെ ഇവിടെ ഇപ്പം വന്നു, നിങ്ങളുടെ ഒരു വീട്ടിലെ ഇപ്പം കാറിൻ്റെ താക്കോലോ വീടിൻ്റെ താക്കോലോ ഉണ്ടായിരുന്നു, അങ്ങ് മറന്നുപോയെന്ന് വിചാരിക്കുക. എനിക്ക് പോയി പറയാൻ പറ്റുമോ? ചെറുക്ക് ആദ്യം പേടി താക്കോല് പോയെന്നുള്ളത്, രണ്ടാമത്തെ പേടി എന്തുവാ? താക്കോല് എങ്ങനെയും വേണമെങ്കിൽ നാളെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുക, എന്തെങ്കിലും ചെയ്യാം. പക്ഷേ ഇത് പോയി പറഞ്ഞാൽ ചിലർ എന്ത് ചെയ്യും? പിന്നെ 10 വർഷം കഴിഞ്ഞാൽ ഇന്നാളത്തെ താക്കോല് കൊണ്ട് കളഞ്ഞ പോലെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, കുത്തും, അല്ലേ? അത് വെച്ച് നമ്മളെ ശിക്ഷിക്കും. അങ്ങനെയുള്ളവർ അറിയണമെന്ന് തോന്നുമോ അറിയണ്ടെന്ന് തോന്നുന്നു? അറിയണമെന്ന് തോന്നുന്നു അറിയണ്ടെന്ന് തോന്നുന്നു? അതേസമയം നമുക്ക് ഏത് അബദ്ധവും ചോദിച്ചാലും, നീ അത് കണ്ട കളയത്തൊന്നുമില്ല, പറ്റി അബദ്ധം പറ്റി, സാരമില്ല, നമുക്ക് നോക്കാം, കിട്ടിയില്ലെങ്കിൽ നീ വിഷമിക്കാതിരിക്കും, നമുക്ക് നാളെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാം, നീ അപ്സെറ്റ് ആകണ്ട എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുമെങ്കിൽ നമ്മളെന്ത് ചെയ്യും? അതേസമയം അത് പറഞ്ഞതിൻ്റെ പേരിൽ അല്ലെങ്കിൽ സൂക്ഷ്മതയില്ലല്ലോ, ശ്രദ്ധിക്കത്തില്ലേ, പണ്ടേ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കൊണ്ട് നടക്കണ്ട, അവിടെ വെക്കണമെന്ന് ഇവിടെ വെക്കണം, അത് കേൾക്കാഞ്ഞിട്ടല്ലേ ഇങ്ങനെ നമ്മളെ ഒന്നാമതേ വിഷമിച്ചിരിക്കുക ആ താക്കോല് പോയിന്റ്, അതിൻ്റെ കൂടെ 2 കുത്തുകൂടെ കിട്ടണമെങ്കിൽ പിന്നെ നമ്മളെന്ത് ചെയ്യും? ആ കുത്ത് ആണ് നമ്മുടെ ഏറ്റവും വലിയ വിഷമമായിട്ട് മാറുന്നത്. ശരിയല്ലേ? ആണോ? ആണ്. അപ്പം അതില്ലാതെ പങ്കുവയ്ക്കാൻ പറ്റുന്ന ബന്ധങ്ങൾ ഇതാണ്. അപ്പം നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യപ്പെടാൻ, വിധിക്കപ്പെടാൻ, ഇവാലുവേറ്റ് ചെയ്യപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഉണ്ടോ? കാരണം നമ്മളാരും അറിഞ്ഞുകൊണ്ട് താക്കോല് കൊണ്ട് കളയത്തില്ല. അപ്പോൾ ഒരബദ്ധം പറ്റി, അബദ്ധം പറ്റുമ്പോൾ എന്നെ കുറ്റം വിധിക്കാതെ എന്നെ എൻ്റെ അപ്പം താക്കോല് പോയ ആളിൻ്റെ വിഷമം, ആ വിഷമിച്ചിരിക്കുന്ന ആളിത് പറയുന്നത് എന്തിനാ? താക്കോല് പോയതിൻ്റെ വിഷമത്തിൽ നമ്മളും പങ്കുചേരും, ആ സ്ട്രഗിളിൽ എന്നോടൊപ്പം നിൽക്കുമെന്നുള്ള ധൈര്യത്തിലാണ് പറയുന്നത്. ആണോ? ആ പറഞ്ഞത് അവസാനം തിരിച്ച് അടി കിട്ടാനും കുത്തി കിട്ടാനുള്ള മാർഗമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പറയണ്ടായിരുന്നു എന്ന് തോന്നും. അപ്പം നമ്മളോടൊരാൾ പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു പോയത് അബദ്ധമായി പോയി, പറയണ്ടായിരുന്നു എന്ന് തോന്നരുത്. തോന്നുന്നെങ്കിൽ നമ്മൾ ഈ പണിക്ക് കൊള്ളത്തില്ല. അതാ സ്വയം വിലയിരുത്തണം. അതേസമയം എന്നോട് പറഞ്ഞാൽ അവരെന്തിനാ എന്നോട് പറയുന്നേ? അവരൊരു ഒരു ഒരു റെസ്പോൺസ് ഡിസേർവ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. ആണോ? അവർ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ടാണ് പറയുന്നത്. ആ പ്രതികരണം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ അവരെന്ത് ചെയ്യും? നമ്മളോട് എന്തും വന്ന് പറയും. പക്ഷെ അതല്ലാതെ അത് വെച്ചിട്ട് ചിലരെന്ത് ചെയ്യും? അപ്പോൾ മാത്രമല്ല, പിന്നെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? ഈ പറഞ്ഞ കാര്യം വെച്ച് തിരിച്ചടിച്ചുകൊണ്ടിരിക്കും. അതുള്ളത് നമ്മുടെ ജീവിതത്തിൽ പിന്നെ ഏറ്റവും വലിയ അബദ്ധമായി പോയി. കാരണം നമ്മൾ പങ്കുവെച്ചത് തിരിച്ചടിക്ക് ഉപയോഗിക്കുന്ന ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അവരോട് ജീവിതത്തിൽ ഒരു കാര്യവും പങ്കുവെക്കത്തില്ല. പങ്കുവെക്കുമോ? ഇനി നിങ്ങൾ തന്നെ ചിന്തിക്കേ, എന്നോട് ആൾക്കാർക്ക് പങ്കുവെക്കാൻ തോന്നുന്നുണ്ടോ? പങ്കുവെക്കാറുണ്ടോ? പങ്കുവെക്കുന്നത് നല്ലതായിട്ട് അവർക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ നമുക്ക് ആ ഒരു ക്വാളിറ്റി ഉണ്ട്. പൊതുവേ ആൾക്കാർ വന്ന് എന്നോടൊന്നും പങ്കുവെക്കുന്നില്ല, അല്ലെങ്കിൽ പിന്നെ പങ്കുവെച്ചതിനെ കുറിച്ച് തന്നെ പിന്നെ അവർക്ക് പരിഭവം തോന്നുന്നുണ്ടെങ്കിൽ എവിടെയോ എനിക്ക് ആ പങ്കുവെച്ചത് കൈകാര്യം ചെയ്തതിൽ പ്രശ്നം ഉണ്ട്. ശരിയാണോ? ആണ്. അപ്പം ലിസൺ ചെയ്യണം. എന്തൊക്കെ ലിസൺ ചെയ്യണം? അപ്പം ഒരു കൗൺസിലറുടെ ഏറ്റവും വലിയ ക്വാളിറ്റി എന്തുവാ? ബി എ ഗുഡ് ലിസണർ, ആക്റ്റീവ് ലിസണർ. നല്ലപോലെ ഹൃദയം തുറന്ന് മുൻവിധിയില്ലാതെ ഹോൾ ഹാർട്ടഡ്ലി ആ മൊത്തം കേൾക്കാനുള്ള ഒരു മനസ്സ്, അല്ലേ? ഇതാണ്. അപ്പം നമ്മൾ ഒരു കാര്യം കേൾക്കാൻ പോകുമ്പോൾ അതിന് സാവകാശവും സൗകര്യവും ഇല്ലാത്തപ്പം കേൾക്കരുത്. ഇപ്പം നമ്മൾ തിരക്കിലുള്ളത് പറഞ്ഞു, ഒരാൾ കാര്യം പറഞ്ഞാൽ നമുക്ക് അത് കേട്ടിരിക്കാൻ സമയമില്ല. അപ്പം നമ്മൾ പറയാം, ഇപ്പം ഞാൻ തിരക്കിലാണ്, നമുക്ക് വൈകിട്ട് പറയാം. കാരണം അവർ ഉടനെ നമ്മൾ വാച്ച് ചെയ്ത് നോക്കുന്നു, എഴുന്നേറ്റ് പോകുന്നു, ഇത് പറയുമ്പോൾ അവർക്ക് അസ്വസ്ഥയാണ്. ശരിയല്ലയോ? അപ്പോൾ ഒരാൾ ഹൃദയം തുറന്നൊരു കാര്യം പറയാൻ തുടങ്ങുമ്പോൾ നമ്മൾ അസ്വസ്ഥത കാണിക്കരുത്. അസ്വസ്ഥത കാണിക്കാൻ നമുക്ക് സമയമില്ലാത്തപ്പോഴാണെങ്കിൽ അവരോട് കേൾക്കാതെ പിന്നെ പറയാമെന്ന് പറയാം, നമുക്ക് വൈകിട്ട് നമുക്ക് എത്തിക്കാം എന്ന് പറഞ്ഞ് സമയം കൊടുക്കുന്നതാണ്. എന്ത് ചെയ്യത്? ഇടയ്ക്ക് മുറിച്ച് കളയാനും പറയുന്നതിനിടയ്ക്ക് തന്നെ അശ്രദ്ധ കാണിക്കുകയും ഇൻഡിഫറൻസ് കാണിക്കുകയും ചെയ്താൽ അത് ഭയങ്കര ഒഫൻസാണ്. കാരണം പറയാൻ വന്ന ഒരാൾക്ക് അത് ഭയങ്കര ഫീലിങ്ങാണ്. ശരിയല്ലേ? നിങ്ങൾ തന്നെ ജീവിതത്തിൽ ചിലരോട് പറയാൻ പോയിട്ട് പറയണ്ടെന്ന് വെച്ച് പോന്നിട്ടില്ലേ?
ഉണ്ടോ ഇല്ലേ? ഉണ്ട്. എന്നാൽ ചിലരോട് പറയണ്ടെന്ന് വിചാരിച്ച് പോയിട്ട് നമ്മൾ അറിയാതെ പറഞ്ഞിട്ട് പോകണ്ട. ശരിയാണോ? പറയണ്ടെന്ന് വിചാരിച്ച് പോയതാ, പക്ഷേ അവരുടെ സമീപനവും രീതിയും ഒക്കെ കണ്ടപ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് പറഞ്ഞു പോയി. എന്നാൽ ചില കേസുകളിൽ നമ്മൾ പറയാൻ വേണ്ടി ഒരുങ്ങി പോയതാ, പക്ഷെ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ റെസ്പോൺസ് കണ്ടപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ പറയുന്നത്. കാരണം നമ്മൾ ചെന്നപ്പോൾ അവർ തിരക്കാം, അവർ 4 പ്രാവശ്യം എഴുന്നേറ്റ് പോയി, ഫോൺ അറ്റൻഡ് ചെയ്തു, മറ്റു കാര്യങ്ങൾക്ക് പോയി. ഇതൊക്കെ കണ്ടപ്പോഴേ എന്ത് ചെയ്തു, നമുക്ക് മനസ്സിലായി പറഞ്ഞിട്ട് കാര്യം ഇല്ലെന്ന്. ശരിയല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും യഥാർത്ഥമായി ലിസൺ ചെയ്യുക എന്നുള്ളതാണ് ഒരു നല്ല കൗൺസിലർക്കുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി. നമ്മൾ ഈ വിചാരിക്കും അത് ഈസിയാണെന്ന്, പക്ഷേ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ട ഒരു ക്വാളിറ്റിയാണ് ലിസണിങ് പവർ. സാധാരണഗതിയിൽ നമുക്ക് അത്ര നല്ല ലിസണേഴ്സ് അല്ല മനുഷ്യർ. ആണോ? ആണോ? അല്ല, നല്ല ലിസണേഴ്സ് അല്ല. ലിസൺ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ അതിൻ്റെ കാതലുമുണ്ട്, അതിൻ്റെ എന്തുകൊണ്ട്, അതിൻ്റെ ഈ പൊടിപ്പത്തങ്ങലും ഉണ്ട്. ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുമുണ്ട്, അതിൻ്റെ കാതലുമുണ്ട്, അൺഇമ്പോർട്ടൻ്റ് കാര്യങ്ങളുമുണ്ട്. ഉണ്ടോ ഇല്ലയോ? അപ്പം ഇത് തമ്മിൽ എന്താണ് അതിനകത്തെ കാതൽ, എന്താണ് അവരുടെ വികാരം, എന്താണ് അവരുടെ അനുഭവം, എന്താ എന്നോട് മനസ്സിലാക്കാൻ ഉദ്ദേശിച്ച് പറയുന്നത് എന്ന വശം മനസ്സിലാക്കി പ്രതികരിക്കുമ്പോഴാണ് മറ്റേ ആൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ കാമ്പ് പിടിച്ചെടുത്തെന്നുള്ള തോന്നുന്നത്. അപ്പോൾ പൊടിപ്പും തൊങ്ങലും ഇച്ചിരി നഷ്ടപ്പെട്ടാലും കാമ്പ് എന്ത് ചെയ്യരുത്, പോകരുത്. ശരിയല്ലേ? അപ്പോൾ ആ കാമ്പ് പിടിച്ചെടുക്കാനുള്ള നമ്മുടെ കഴിവാണ് നല്ല ലിസണർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനെന്തോ ചെയ്യണം? ചെവി കൊണ്ട് മാത്രം കേട്ടാൽ പോരാ, കണ്ണുകൊണ്ടുകൂടെ ശ്രദ്ധിക്കണം, ഹൃദയം കൊണ്ടുകൂടെ ശ്രദ്ധിക്കണം. കാരണം ഈ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻസ് കൂടുതലും നമ്മൾ കാണുന്നത് കണ്ണുകൊണ്ടാണ്, ചെവി കൊണ്ടല്ല. മുമ്പേ പറഞ്ഞപ്പോൾ എങ്ങനെയുണ്ട്, പോകുന്നു സാറേ, പറഞ്ഞത് പോകുന്നെന്നാ, പക്ഷെ പറഞ്ഞത് നീട്ടി കേൾക്കുമ്പോഴേ അറിയാൻ പോകുന്നില്ലെന്നാ പറഞ്ഞേ. ആണോ? പോകുന്നു സാറേ, പോകുന്നാന്നാ പറഞ്ഞേ. പറയേ പോകുന്നില്ലെന്നാ, ശരിയായിട്ട് പോകുന്നില്ലെന്നാ പറഞ്ഞത്. ശരിയല്ലേ? പക്ഷേ അത് എവിടെ അപ്പം ചെവി കൊണ്ട് മാത്രമേ കേട്ടാൽ കിട്ടുമോ? അപ്പോഴത്തെ മുഖഭാവവും മുഖം ചുളുക്കിയതും കൈ ഇങ്ങനെ പോകുന്നു എന്ന് നെറ്റിയുടെ മാറ്റവും എല്ലാം ഇവിടെ എല്ലാം ശ്രദ്ധിച്ചാലേ ഈ പോകുന്നില്ലെന്നാ പറഞ്ഞെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എവിടെ ശ്രദ്ധിക്കണം? നോൺ വെർബൽ ലാംഗ്വേജ്, ബോഡി ലാംഗ്വേജും ടോണും ഫേഷ്യൽ എക്സ്പ്രഷനും ഒക്കെ ശ്രദ്ധിക്കണം. കാരണം ഈ ബോഡി ഒരിക്കലും കള്ളം പറയത്തില്ല. വാക്കുകൾ കള്ളം പറയും, പക്ഷേ ശരീരത്തിന് കള്ളം പറയാൻ അറിയത്തില്ല. അതുകൊണ്ട് നമ്മൾ എത്ര മറച്ചു വെച്ചാലും ശരീരം കുറച്ചൊക്കെ എന്ത് ചെയ്യും, ഇത് വെളിപ്പെടുത്തുന്നുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അത് നമ്മുടെ ശരീരഭാഷ ശ്രദ്ധിച്ചാൽ മതി. ശരീരഭാഷ ഒത്തിരി സംസാരിക്കുന്നുണ്ട്. ശരീരത്തിനൊരു ഭാഷ തന്നെയുണ്ട്, അത് റീഡ് ചെയ്യാൻ അറിയാം. ഒരാൾ ഷെയർ ചെയ്യാൻ വരിക, ഞാൻ ഇങ്ങനെ ക്ലോസ് ചെയ്തിരുന്നോണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് എന്ന് പറഞ്ഞാൽ പറയുമോ? പറയത്തില്ല. ആകെ എൻ്റെ ഈ കാല് ക്ലോസ് ചെയ്തപ്പം തന്നെ ഐ ഡോണ്ട് വാണ്ട് ടു ഹിയർ എന്നാ പറയുന്നത്. ഞാൻ കൈ കെട്ടിയിട്ട് പറയുക എന്നാ എന്ന് പറയുമ്പോൾ ഞാൻ താല്പര്യമില്ലെന്നാ പറയുന്നത്. ഇത് നമ്മുടെ കണ്ണ് വായിച്ച് തലച്ചോറിന് കൊടുക്കും. മനസ്സിലായി? അതേസമയം ഞാൻ അടുത്തോട്ടിരുന്നിട്ട് എന്ന് പറഞ്ഞാലോ, കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എൻ്റെ മുന്നോട്ടുള്ള ചായ്വ് തന്നെ, അടുത്തിരുന്നത് തന്നെ എന്തിൻ്റെ അർത്ഥമാണ്? താല്പര്യമുണ്ടെന്നുള്ളതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ കണ്ടില്ലയോ, നമ്മൾ പാവട്ടം പറഞ്ഞതല്ല, ശരീരം കാണിക്കുന്ന ഇതുപോലുള്ള ചെറിയ മൂവ്മെന്റ് പോലും ഓരോ അർത്ഥം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. വിരലെവിടെ വെക്കുന്നു, തലയിലെവിടെ വെക്കുന്നു, എവിടെ ചൊറിയുന്നു, എങ്ങോട്ടിരിക്കുന്നു, കൈ കെട്ടിയത് എങ്ങനെ, കാല് കെട്ടിയത് എങ്ങനെ, ഇതിനെല്ലാത്തിനും അർത്ഥമുണ്ട്. എല്ലാം ഒരു ഭാഷ സംസാരിക്കുന്നുണ്ട്. അപ്പൊ ശരീരം ഒരു ഭാഷ സംസാരിക്കുന്നുണ്ട്. ഈ ശരീരത്തിന്റെ ഭാഷ ഗ്രാസ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയണം. അത് വലിയ വിഷയമാണ്. ഇന്നത്തെ ദിവസം കൊണ്ട് തീരത്തില്ല. ഞാനപ്പോൾ ഇതിന് ക്ലൂ അങ്ങ് പറഞ്ഞു പോവാം. ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ പഠിക്കണമെങ്കിൽ പിന്നീട് അതിനെക്കുറിച്ച് പഠിക്കുക. അപ്പം ശരീരത്തിൻ്റെ ഒരു ഭാഷയുണ്ട്. ആ ശരീരത്തിൻ്റെ ഭാഷ മനസ്സിലാക്കാൻ നമ്മൾ പഠിക്കണം. പഠിക്കുമ്പോഴാണ് ചിലർ ചോദിക്കുക, എന്തുവാ
ഈ ഹൃദയത്തിലെ ഫലം അറിയുന്നത്. ഹൃദയത്തിലെ പല കാര്യങ്ങളും ഇങ്ങനെ ഒബ്സർവേഷനിൽ കൂടെ പഠിക്കുന്നത്. ഇങ്ങനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ ഒരാൾ നിങ്ങളുടെ കണ്ണിൽ നോക്കിയിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധ എനിക്ക് മനസ്സിലാവും. നിങ്ങൾ കണ്ണിലല്ല നോക്കിയിരിക്കുന്നെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധക്കുറവ് മനസ്സിലാവും. ശരിയല്ലേ? അപ്പോൾ നിങ്ങളുടെ നോട്ടം എങ്ങോട്ടാ ഇരിപ്പ്, എങ്ങോട്ടാണ് നോക്കുന്നത്, എത്രയും മുന്നോട്ടാണ്. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിപ്പോയി ക്ലാസ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഇൻട്രസ്റ്റ് ഇല്ലെന്നൊക്കെ ശരീരം പറഞ്ഞു. ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ശരീരത്തിന്റെ മുന്നോട്ടുള്ള ഇരിപ്പ് കാണുമ്പോഴേ അറിയാൻ കേട്ടുകൊണ്ടിരിക്കുകയെന്ന്. അതേസമയം പുറകോട്ടിരിക്കുകയാണെങ്കിൽ അർത്ഥം താല്പര്യമായെന്ന. ചിലപ്പോൾ നമുക്ക് ഉറക്കം വന്നിട്ടായിരിക്കും ഞാൻ പറയുന്നത്. അപ്പം ശരീരം ഇങ്ങനെ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. നമ്മൾ എത്ര വാവിന്റെ കള്ളം പറഞ്ഞാലും ശരീരം പറയുന്നത് സത്യമാണ്. ശരീരത്തിന് കള്ളം പറയാൻ ഇല്ല. അപ്പൊ ഇതുകൊണ്ടാണ് നമ്മൾ ഈ ശരീരഭാഷ വായിക്കാൻ പഠിക്കണം. അതാണ് ഒരു നല്ല കൗൺസിലർക്കുള്ള സ്കില്ല്. ശരിയല്ലേ? അപ്പോൾ വാക്കുകളെക്കാളിലും നോൺ വെർബൽ ലാംഗ്വേജ് ലിസൺ ചെയ്യണം. അതിൽ ടോണും പിച്ചും പോസും സൈലൻസിനും എല്ലാം മീനിങ് ഉണ്ട്. ഇപ്പം ചിലപ്പം ഏറെ വികാരം ഉള്ളപ്പോൾ നമുക്ക് ഒന്നും വാക്ക് കിട്ടാതെ വരും. ഒന്നും പറയാനില്ലാത്തപ്പോഴും വാക്ക് കിട്ടാതെ വരും. രണ്ടും വാക്ക് കിട്ടായ്മയാണ്. പക്ഷെ ഈ രണ്ട് മൗനത്തിന്റെ അർത്ഥം എന്തുവാ? രണ്ടാ. ഒന്ന് വാക്കുകളുടെ ജാമായിട്ട് പറയാനുള്ള ജാമായിട്ടുള്ള ബ്ലോക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ടുള്ള ബ്ലോക്കും തമ്മിൽ എന്തുകൊണ്ട് വലിയ വ്യത്യാസം ഉണ്ട്. അപ്പോൾ സൈലൻസിന് അർത്ഥം ഉണ്ടോ? ഒരു വാക്കിന് എംഫസൈസ്, ഞാൻ തരാമടാ. അപ്പം ഞാനെന്ന് എംഫസൈസ് ചെയ്തവളുടെ അർത്ഥം തരാമെന്നുള്ളതിന് അങ്ങോട്ട് ഞാൻ വരുന്നുണ്ടെന്ന് പറയുമ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞതിനാണ് ഞാൻ വരുന്നുണ്ടെന്ന് പറയുന്നതിന് എവിടെയാണ് എംഫസൈസ് ചെയ്യുമ്പോഴത്തെ മീനിങ് അങ്ങ് മാറുക. ശരിയല്ലേ? ആണോ? ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യാനുള്ള ഏത് വാക്കാ ശ്രദ്ധിച്ച്, എവിടെയാണ് മൗനം പാലിച്ചത്, എവിടെയാണ് നിന്നുപോയത്, എവിടെയാണ് ശബ്ദം ഉയർത്തിയത്, ഇതിനെല്ലാം എന്തോ ഉണ്ട്, മീനിങ് ഉണ്ട് അല്ലേ? പലപ്പോഴും നമ്മുടെ തീവ്ര വികാരങ്ങൾ പലതും നമുക്ക് മൊത്തമായിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പലപ്പോഴും നമ്മൾ നോൺ വെർബൽ ലാംഗ്വേജിലായിരിക്കും അത് കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പം ഈ നോൺ വെർബൽ ലാംഗ്വേജസ് വായിക്കാനുള്ള നമ്മുടെ എബിലിറ്റി കൂട്ടിയെങ്കിൽ നമ്മളൊരു നല്ല ലിസണർ ആകത്തുള്ളൂ. എങ്കിലേ അവരുടെ അനുഭവം അതേ തീവ്രതയിൽ ഒപ്പിയെടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ആ ഒപ്പിയെടുക്കുന്നതിനുള്ള നമ്മുടെ കഴിവിൻ്റെ സ്മാർട്ട്നെസ് ആണ് സത്യത്തിൽ നമ്മുടെ ഒരു നല്ല കൗൺസിലർ ആക്കുന്നത്. ശരിയാണോ? മറ്റൊരാളുടെ അനുഭവത്തെ, ഹൃദയാവസ്ഥയെ എത്രമാത്രം തീവ്രതയിൽ ഒപ്പിയെടുക്കാൻ നമുക്ക് കഴിവുണ്ടോ അത്രമാത്രം നമ്മുടെ കഴിവ് കൂടുതലാണ്. ശരിയല്ലേ? ആണ്. അതാണ് നമ്മൾ വളർത്തി എടുക്കേണ്ടത്. അപ്പോൾ അത് ആ കാര്യം പറയാനേ പറ്റൂ. അത് സ്കില്ലും ട്രെയിനിങ്ങും ഒന്നും ഇവിടെ ഇപ്പം ഇല്ല. അതൊക്കെ സ്കിൽ വഴി നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കേണ്ട ഒരു കഴിവാണ്. അപ്പോൾ കൗൺസിലിങ്ങിൻ്റെ ഒരു ക്ലാസ് കേട്ടിട്ട് നമ്മൾ കൗൺസിലിംഗ് സ്കില്ല് കിട്ടത്തില്ല. കൗൺസിലിംഗ് എന്താണെന്നൊരു ധാരണ മാത്രമേ കിട്ടത്തുള്ളൂ. കൗൺസിലിംഗ് നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മളത് ട്രെയിൻ ചെയ്യണം. എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്ത് ആ സ്കില്ല് വളർത്തി എടുക്കണം. കാരണം അത് വളർത്തിയെടുക്കേണ്ട ഒരു സ്കില്ലാണ്. ജന്മസിദ്ധമായി മനുഷ്യർ വലിയ ലിസണിങ് പവർ ഉള്ളവരല്ല. കാരണം നമ്മുടെ ഈ മനസ്സും ഇന്ദ്രിയവും രണ്ട് സ്പീഡ് വർക്ക് ചെയ്യുന്ന സാധനമാണ്. ഇന്ദ്രിയത്തിൻ്റെ ഒരു 500 ഇരട്ടി സ്പീഡ് വർക്ക് ചെയ്യാനുള്ള കഴിവ് മനസ്സിനുണ്ട്. ശരിയല്ലേ? ഉണ്ട്. അപ്പോൾ എന്താ പറ്റും? ഈ ശരീരം പറയുന്നത് ശരീരത്തിൻ്റെ സ്പീഡിലേക്ക് ഈ മനസ്സിനെ കൊണ്ടുവരണം. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ ശബ്ദം കേൾക്കുന്നു, ആളുകൾ പോകുന്നു, നമ്മുടെ കണ്ണിൽ ഇതെല്ലാം പെടുന്നുണ്ട്. അപ്പോൾ ആരാ വന്നേ, എന്തിനാ വന്നേ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചു പോകും. അപ്പോൾ മനസ്സിന് ഒരു സമയത്ത് ഒരു കാര്യം അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വന്നതാരാന്ന് നിങ്ങൾ ചിന്തിച്ചെങ്കിൽ ആ സമയത്ത് പറഞ്ഞ വാചകം ചെവിയിലേ കേട്ടുള്ളൂ, മനസ്സിൽ വന്നില്ല. അല്ലേ? സത്യം എവിടെ? കാരണം നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചു. അപ്പം മനസ്സങ്ങോട്ട് പോയി, ശരീരം ഇവിടെ എൻ്റെ കണ്ണിൽ നോക്കിയിരിക്കുക, പക്ഷെ മനസ്സ് മറ്റേതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പം അത്രയും നേരം നടന്ന കാര്യം നമ്മുടെ മനസ്സിൽ ഇല്ല. പറ്റില്ല. അപ്പം ഇത്ര കുതിര പോലെ പായുന്ന മനസ്സിനെ സെൻസസിൻ്റെ പേസിലേക്ക് തിരിച്ചു പിടിച്ചു കൊണ്ട് നിർത്താനുള്ള നമ്മുടെ കഴിവ് അതുണ്ടാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യത്തിൽ നമുക്ക് അത്രയ്ക്ക് താല്പര്യം വേണം. അപ്പോൾ നമ്മുടെ താല്പര്യം നല്ലപോലെ ഉണ്ടെങ്കിൽ ചുറ്റുപാട് എന്തോ നടന്നാലും നമ്മൾ അറിയത്തില്ല. കാരണം നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും. അത്രയും നമ്മൾ ആക്റ്റീവായിട്ട് ഇരുന്നില്ലെങ്കിൽ എന്താ ചെയ്യും? മനസ്സ് ഓരോ കാര്യത്തിന്
പോകും. അവസാനം എന്താ, ഈ അവിടെ ഇവിടെ മുറിഞ്ഞു കേട്ടത് മാത്രമേ മനസ്സിൽ കാണത്തുള്ളൂ. ചെവി കേട്ട് പക്ഷെ ലിസൺ ചെയ്യാം. അപ്പൊ ഹിയറിംഗ് ഈസ് നോട്ട് ലിസണിങ്. കേട്ടത് കൊണ്ട് ലിസൺ ചെയ്തില്ല. ലിസണിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ ഹിയറിങ്ങിനേക്കാൾ വളരെ മീനിങ് ഫുള്ളായ ഒരു കാര്യമാണ്. അത് കണ്ണുകൊണ്ടുകൂടെ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ, ചെവി കൊണ്ട് കേട്ടെങ്കിൽ മാത്രമേ, ഹൃദയം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ മാത്രമേ നമുക്കത് മുഴുവൻ പിടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ ഹൃദയം 1 മണിക്കൂറൊന്നും പിടിച്ചു നിൽക്കാനല്ല, മനസ്സിന് ഇടയ്ക്കൊക്കെ ചാടിപ്പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. അല്ലേ, വൈകിട്ടത്തെ കുക്കി അച്ഛാ വരുമ്പോഴത്തെ ചോറായോ, അല്ലെങ്കിൽ പിള്ളേർ ഇപ്പോൾ 4 മണിക്ക് വരും, അവരെ റിസീവ് ചെയ്യും, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന എന്ത് ചെയ്യും? അത്രയും നേരം ഇവിടെ ഫിസിക്കലി ഇരിക്കുന്നതേ ഉള്ളൂ. മനസ്സ് കൊച്ചുങ്ങളുടെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അത്രയും നേരം പറഞ്ഞ കാര്യം നമ്മുടെ തലയിൽ കയറത്തില്ല. കയറുമോ? ഇതുകൊണ്ടാണ് ഈ അവസാനം നോക്കുമ്പം ഇതെല്ലാം കൂടെ മുറിഞ്ഞിരിക്കും. കാരണം മനസ്സിൽ കേട്ടത് കുറച്ച് കാര്യമേ ഉള്ളൂ, ചെവി കേട്ട കാര്യങ്ങളെല്ലാം മനസ്സിൽ കേട്ടില്ല. ശരിയല്ലേ? അപ്പൊ അവിടെ നിൽക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെപ്പറ്റി മാത്രം. അതേസമയം എന്താണ് ലിസണിങ്, എന്താണ് ആക്റ്റീവ് ലിസണിങ്, അതിനെന്തൊക്കെ സ്കില്ലാ വേണം എന്ന് എന്നിപ്പം താല്പര്യത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ആരെതുവഴി നടന്നാലും നമ്മൾ ഇത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ മനസ്സിന് നമ്മളൊരു വിഷയം കൊടുത്തു, അത് മാത്രം ചിന്തിച്ചു. ഇപ്പം ഞാൻ ഒരു ക്ലയൻറ്റ് വരും, ഇവരെന്തിനാ വന്നേ, എന്താ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഇവരുടെ പ്രശ്നം എന്തുവാ, ഇത് ഇങ്ങനെ ആക്റ്റീവായിട്ട് ചോദിച്ചുകൊണ്ട് മനസ്സിനെ എങ്ങും പോവാതിരിക്കാൻ നോക്കും. ഇല്ലെങ്കിൽ മനസ്സെന്തോ ചെയ്യും? അവിടെ ഇരിക്കുമ്പോൾ 100 കൂട്ടം കാര്യത്തിലേക്ക് പൊക്കളയും. അപ്പം അത്രയും നേരം മനസ്സിനെ ഇല്ല പട്ടിക്ക് എല്ല് കൊടുത്തിട്ട് പിടിച്ചു നിർത്തുന്ന പോലെ മനസ്സിന് വിഷയം കൊടുത്ത് അവിടെ പിടിച്ചു നിർത്തണം. ആ നിർത്താൻ നമുക്ക് മനസ്സിന് കഴിവുണ്ടെങ്കിലേ അവിടെ നിൽക്കത്തുള്ളൂ, അല്ലെങ്കിൽ 4 വഴിക്ക് പൊക്കളയും. അങ്ങനെ പോയി കഴിയുമ്പം അവർ 3/4 മണിക്കൂർ പറഞ്ഞു കാണും. അവസാനം നമ്മൾ കേട്ടത് അവിടെ ഇവിടെയും കാണും. ഇവിടെ എങ്ങനെയാണ് നമുക്ക് മിസ്സിങ്ങിനുള്ള സാധ്യത. അങ്ങനെ കേട്ടില്ലെന്ന് കഴിയുമ്പം പറഞ്ഞാക്കുന്നത് തോന്നും, പറഞ്ഞു പോയല്ലോ എന്ന് തോന്നും. അതേസമയം നമ്മൾ പറഞ്ഞത് മുഴുവൻ ഒപ്പിയെടുത്തൊരു ഫീഡ്ബാക്ക് കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എന്തോ ചെയ്യും? പിന്നെ നമ്മൾ അതിൽ ഒന്നും ചോദിക്കേണ്ട, അവർക്ക് തന്നെ നമ്മളോട് കൂടുതൽ പറയാൻ തോന്നും. നമ്മൾ ഈ അങ്ങനെയാണല്ലോ, ഈ ആദ്യം ഒന്ന് ഇട്ട് കൊടുക്കും, ചിലതൊക്കെ കൊടുത്തപ്പോഴേ അവർ നല്ലപോലെ ലിസൺ ചെയ്യുന്നതെന്ന് അറിയുമ്പോഴത്തേക്ക് നമുക്ക് കൂടുതൽ ഹൃദയം തുറക്കാൻ തോന്നും. ഇല്ല, ഇട്ട് കൊടുത്ത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോഴേ ഇല്ല കുപ്പിയുടെ അടപ്പ് കൂട്ടുന്ന പോലെ നമ്മൾ വീണ്ടും പിരിച്ചങ്ങ് വെക്കും, പറയണ്ടെന്ന് വെക്കും. അപ്പോൾ ആ പറയിപ്പിക്കാൻ തോന്നുന്നത് പോലെ ലിസൺ ചെയ്യാനുള്ള ഒരു എബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ഇനി നമുക്ക് ആ പിടിച്ചിട്ട് ആക്കേണ്ടത്